ഗുരുവായൂരപ്പൻ്റെ ശീർഷക്കുളമാണത്. അപ്പോൾ ആ കുളം അന്യജാതികളാൽ തൊട്ട് കഴിഞ്ഞാൽ ശുദ്ധം മാറും. സാധാരണ ശുദ്ധത്തിൽ ഇപ്പോൾ കണക്കാക്കാൻ പറ്റില്ല അത്. അപ്പോൾ ആ ശുദ്ധന്മാരെ കുറച്ച് കുളിച്ചിട്ടാണ് ബാക്കി നമ്മളൊക്കെ പോയി പൂജ കഴിച്ചേക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ ശുദ്ധന്മാരും ഉണ്ടായി. അപ്പോൾ ശരിക്കും വേണ്ടത് അത് എന്നാണോ ഉണ്ടായത് വെച്ചാൽ അന്ന് തൊട്ട് നമ്മൾ അറിഞ്ഞ ദിവസം വരെയുള്ള പൂജകൾ മുഴുവൻ ആവർത്തിക്കുകയാണ് വേണ്ടത്. പൂജകളും ശിവേലിയും ഒക്കെ ആവർത്തിക്കുകയാണ് വേണ്ടത്. കാരണം ഈ ശുദ്ധമായിട്ടുള്ള പൂജ അംഗീകരിക്കപ്പെടാറില്ല. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് പുണ്യാഹം കഴിച്ച് ശുദ്ധി ഉണ്ടായി കഴിച്ച് കുറച്ചിന് അത്ഭുതശാന്തി പുണ്യാഹം എന്ന് പറയും. അങ്ങനെ ഒരു ക്രിയ, കുറച്ച് വലിയ ക്രിയയാണ്. അത് ചെയ്തു. അകസ്റ്റ് ശുദ്ധി കഴിച്ചു. അത് കഴിഞ്ഞ് ഈ ദിവസത്തെ പൂജകളും ശിവേലിയും മുഴുവൻ നമ്മൾ ആവർത്തിച്ചു. ഇപ്പോൾ ഏകദേശം 12 ദിവസത്തെ എന്തായാലും തോന്നുന്നു. 12 ദിവസം പൂജ ശിവേലിയൊക്കെ ആവർത്തിച്ചു മാസം. അങ്ങനെയാണ്. അതാണ് ആചാരം. അങ്ങനെയാണ് അതിൻ്റെ ആ ആചാരം. അതേപടി നമ്മളിപ്പോൾ തുടർന്ന് പോകുന്നതാണ്. അതിൽ വ്യത്യാസമൊന്നും വെച്ചിട്ടൊന്നുമില്ല. അതുപോലെ ഈ ക്ഷേത്രത്തിൽ ഈ വിമർശനങ്ങൾ പലത് വരുന്നത് ഞാൻ ചോദിക്കുകയാണ്. ക്ഷേത്രത്തിൽ ഈ കൊച്ചു കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്കും ചിലപ്പോൾ അവരുടെ മൂത്രം വീണോ ഇതുണ്ടാവും. അപ്പം അതിന് ശുദ്ധി ചെയ്യുമ്പോൾ ആൾക്കാർ വിമർശിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പിന്നെ എലിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ വീടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനകത്ത് എന്താണ് എൻ്റെ ഒരു എലി ജീവിയാണ്, ജീവനുള്ള സാധനമാണല്ലോ. അതിനിപ്പോൾ എലി ശസ്തു വീണാൽ അതിന് ശുദ്ധിയില്ല. അത് നമ്മൾ പുണ്യാഹം കഴിക്കാറുണ്ട്. എലി ശസ്തു വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീരാസൊക്കെ എലി ശസ്തു വീണില്ലെങ്കിൽ നമ്മൾ പുണ്യാഹം കഴിക്കാറുണ്ട്. എലി ഇപ്പോൾ കുശോകളുടെ മൂത്രശല്യങ്ങൾ അധികം വലിയവരെയാണ്. കുശോല ഇപ്പോൾ ഈ പാലൊക്കെ വലിയ മൂത്രശല്യം കുറവാണ്. വലിയവരാണ് വന്ന് ചിലപ്പോൾ ഛർദ്ദിക്കുക, ചിലപ്പോൾ വീഴുക, അങ്ങനെ ശോധന ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അധികം കാണുന്നത്. അങ്ങനെയാണ് കുശോകളുടെ മൂത്രശല്യങ്ങളെക്കാളും അധികം വലിയവരുടെ ഛർദ്ദിയും ശോധനയും ഇതൊക്കെയാണ് കാണുന്നത്. അതൊക്കെ അശുദ്ധികളിൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മളതൊക്കെ നിഷ്കർഷിക്കുന്നത് വളരെയധികം കൃത്യമായിട്ട് നോക്കിയിട്ട് അതിനുള്ള പ്രായശ്ചിത്തങ്ങളൊക്കെ അപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാതെ എന്തെങ്കിലും ഇതൊക്കെ വരാം സാധാരണ. അതിന് വേണ്ടി എല്ലാ മാസവും നമ്മൾ ശുദ്ധിയുണ്ട്. ഗുരുവായൂരപ്പന് ശുദ്ധിയുണ്ട്, ഉപദേവന്മാർക്കും ശുദ്ധിയുണ്ട് എല്ലാ മാസവും. അത് അറിയാതെ വരുന്ന ആ ശുദ്ധികൾക്കുള്ള പ്രായശ്ചിത്തമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് കുറച്ച് കാലമായി തുടങ്ങിയത്. ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ കുറച്ച് കാലമായി തുടങ്ങുന്നത്. അപ്പം നമുക്കത് പറ്റാവുന്ന ശുദ്ധികൾ നമ്മൾ ചെയ്യുന്നത്. അതൊക്കെയാണ് ഞാൻ പറയാത്ത ഇപ്പോഴത്തെ ശൈലൻസിന് പ്രധാന ഒരു കാരണം. അത് ഞാൻ ആ കർമ്മത്തിൻ്റെ ഗുണം തന്നെയാണ്. ഉള്ള കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുക. അത് വേണ്ട സമയത്ത് വേണ്ടപ്പൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യാൻ സാധിക്കുക വെച്ചാൽ ശൈലൻസ് ഉണ്ടാവും. ആ ശൈലൻസിൻ്റെ വ്യത്യാസമാണ് ഇപ്പോഴത്തെ ഈ തിരക്കും അതൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വ്യത്യാസം തന്നെയാണ് അത്. നമുക്ക് ഈ മൂന്നാനപ്പുറത്ത് ശിവേലി നമുക്ക് എല്ലാ ദിവസവും ഉണ്ടല്ലോ. എല്ലാ ദിവസവും ഇല്ല, വിളക്കിനേ ഉള്ളൂ. വിളക്കിന് വിളക്കുണ്ടെങ്കിൽ ഈ മൂന്നാനപ്പുറത്ത് ശിവേലി, മറ്റൊക്കെ ഒരു ആനയുള്ളൂ. അപ്പോൾ ഈ പിന്നെ ആനകളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ആനകളെ പുതുതായിട്ട് വാങ്ങാൻ സർക്കാർ സമ്മതിക്കുന്നു. അത് ആന ഇല്ലാത്തൊരു ഘട്ടം വരുമല്ലോ. അപ്പം പിന്നെ ഇത് നിർബന്ധമാണോ ഈ ആനയുള്ള ശിവേലി? ആനയില്ലാത്ത ശിവേലി വേറെ എന്തായാലും അങ്ങനെ ആവശ്യം വന്നിട്ടില്ലാന്ന് മാസം. ആനയില്ലാത്ത ശിവേലി അതിന് മുമ്പ് ആന ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ മറ്റേ ശുക്രമ ദിവസം ഇവിടെ ഈ കുരിയാഴ്ച ദിവസം രാവിലെ ആനയില്ലാത്ത ശിവേലിയുണ്ട്. അത് പറയാതെ ശുക്രമ ദിവസം ആനകളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആനകൾ വന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ വൈകുന്നേരം ആയപ്പോൾ രാത്രി കൊഴിയാണല്ലോ. വൈകുന്നേരം ആയപ്പോഴേക്കും അവിടുന്ന് ആനകൾ ഓടി വന്നു എന്നാണ്. ശക്രാമരാസത്തിന് ആനകൾ എല്ലാ ആനകളും വൈക്ക് ഓടി വന്നു. ആ സങ്കല്പിച്ച് ഇപ്പോൾ ഈ ആനോസം അതാണ്. കൊഴിയേഴ്സിൽ വൈകുന്നേരം 3 മണിക്ക് ഒരു ആനോസമുണ്ട്. ആ ആനോസം അതിൻ്റെ പ്രത്യേകാത്മകമായിട്ടാണ്. അപ്പോൾ ആന ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു പറയാം. അന്നിപ്പോൾ ഇതേമാതിരി സ്ഥലം പുസ്തകം എഴുന്നേൽച്ചുള്ള ശിവേലിയാണ്. ഇനിയിപ്പോൾ ആന ഇല്ലാത്തൊരു ഘട്ടം വരികയാണ്. ചിലപ്പോൾ അതുപോലെ നമുക്ക് സ്ഥലങ്ങളിൽ വരും. പക്ഷെ മിക്കവാറും ഈ നിയമം ചെയ്യാവുന്നതാണ് കേൾക്കുന്നത്. സംവിധാനം ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത്. ഞാൻ എന്തൊക്കെ സംവിധാനത്തിൻ്റെ ആനകൾ വന്നാൽ അത് നോക്കാൻ ശരിക്കും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ആന മിണ്ടാപ്രാണികളെ ബുദ്ധിമുട്ടിക്കണം? കഷ്ടം തോന്നും. അത് നിങ്ങൾ പുനഃസൂർ കോട്ടയിൽ പോയി നോക്കേണ്ടതാണ്. ആനകളെ കണ്ട നമുക്ക് സങ്കടമാവും. ആന ചെയ്യുന്നത് കണ്ട
പാപ്പന്മാർക്ക് സ്നേഹം മതി. ആനയെ സ്നേഹിക്കണം ആദ്യം. ആനയെ സ്നേഹിക്കുക വെച്ചാൽ ആന എന്ത് മനസ്സിൽ ചെയ്യും, എന്ത് പറഞ്ഞാലും കേൾക്കും. അതുപോലെ മർമ്മറിന് അടിക്കാൻ പ്രശ്നം. എന്നാൽ ആ പാപ്പാനെ കാന്താൽ മതി. സ്മെൽ ഈ വാസന കേട്ടാൽ മതി. ആന അനങ്ങില്ല. അത്രയും ഇതാ. ദേവസ്വം ബോർഡ് എന്ന സംവിധാനത്തിന് പകരമായിട്ട് ദേവസ്വം ബോർഡ് സംവിധാനത്തിന് പകരമായിട്ട് എങ്ങനെയുള്ളതാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുക? ദേവസ്വം ബോർഡ് ഈ രാഷ്ട്രീയക്കാർ നോമിനേഷൻ ഇല്ലാത്തവരാണ്. രാഷ്ട്രീയ നോമിനി ആകുമ്പോഴാണ് ഈ അവർക്ക് പല ഒബ്ലിഗേഷൻസും ഉണ്ടാവും രാഷ്ട്രീയക്കാരിൽ. ഇവിടെ ഈ മെമ്പർ ആവാൻ കുറേ ശുപാർശയും ഇതൊക്കെ വേണ്ടി വരും മെമ്പർ ആവാൻ. അപ്പോൾ ആ ശുപാർശകളൊക്കെ ഇവർക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ വലിയൊരു അലിഗേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുള്ളതാണ്. ശരിക്കും നിയമജ്ഞരും അതുപോലെ നിയമപാലകരും ഒക്കെ കേസുള്ള നല്ലൊരു കമ്മിറ്റി ഉണ്ടാകും. ഇപ്പോൾ ഗുരുവായൂരാഴ്ച സന്ധികർക്കുള്ള അങ്ങനെ കമ്മിറ്റി ഉണ്ടാവുക വെച്ചാൽ വളരെ നന്നായി കൊണ്ടു നടക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇവിടെ എനിക്ക് മറ്റേ ഇതില്ലേ എന്താ കാശ്മീരിൽ ഈ സീസൺ വൈഷ്ണവ് ദേവി അവരുടെ ഗവർണറാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഈ ബോർഡിന് നോമിനേറ്റ് ചെയ്യുന്ന ഗവർണർ നോമിനേറ്റ് അതിന് സ്കില്ലാത്ത ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം അത് നന്നായി കൊണ്ടുനടക്കാൻ സാധിക്കുന്നത്. ബെസ്റ്റോമൻ ഈ സീസൺ അതിൽ കുറച്ച് മെമ്പറായിരുന്നു കുറച്ച് കാലം. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് പോവാം, സിമി വൈഷ്ണവദേവി പോകാം ഒക്കെ പോയില്ല. അപ്പോൾ എനിക്കും കൂടി സമയം ഉണ്ടാകുമല്ലോ പോകാൻ, യോഗം ഉണ്ടാകുമല്ലോ പോകാൻ, എന്നാലും എനിക്ക് പറ്റുമോ. അപ്പോൾ അത് പോയില്ല. പക്ഷേ അങ്ങനെ അത് നല്ല സംവിധാനം. അതിൽ ഇതേമാതിരി IAS IPS അതൊക്കെ ഉണ്ട്, ഡിസ്ട്രിക്ട് ജഡ്ജി അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അതേമാതിരി അതിപ്പോൾ എങ്ങനെയാണ് വേണ്ടത് ചോദിച്ചാൽ എനിക്ക് എങ്ങനെയൊക്കെ അത് നല്ലതാണോ എനിക്കറിയാം ഇതിലൊക്കെ. കാരണം ഒരു രാഷ്ട്രീയ ഇതൊന്നുമില്ല അതിൽ. ബ്രാഹ്മണ ശാന്തിമാരുടെ പല ക്ഷേത്രങ്ങളും അവരെ പ്രവേശിപ്പിക്കണമെന്ന് ഇത് ഡിമാൻഡ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബ്രാഹ്മണരെ കിട്ടാനില്ല. ഇത് വേണം എനിക്ക്. അതിനൊരു സംവിധാനം നമ്മൾ ആലോചിക്കാൻ. അപ്പം എന്താണ് ഒന്നും എനിക്ക് വർക്ക് വയ്ക്കെങ്കിലും ചെയ്യാമെന്ന് പറയില്ലേ. ഇപ്പം നമ്മൾ കുടുംബസായിരുന്നു പൂജയ്ക്ക് ആരെ കിട്ടും എനിക്ക്. നമ്മൾ വർക്കെങ്കിലും വയ്ക്കാം, അതിലും ആളില്ലാത്തതോ. അപ്പം നമ്മൾ നോക്കണ്ട. അപ്പം അതേമാതിരി തീരെ കിട്ടില്ല ബ്രാഹ്മണരെന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും. ഇന്നെനിക്ക് നാളെ വേണ്ടി വരും തീർച്ചയാണ്. ഞങ്ങളൊരു 10-40 കൊല്ലം മുമ്പേ ഞാൻ ഇതിനെ പറ്റിയിട്ട് ചർച്ചയൊക്കെ ഉണ്ടായി. അന്ന് തന്നെ ശാന്തിക്കാർ 40 പോലെ അതിലധികം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അത് 80 അന്ന് ഞങ്ങൾ ഈ വൈദികന്മാരെയും കേരളത്തിലെ വലിയ തന്ത്രിമാരെയും എല്ലാവരും വെച്ച് 2-3 പ്രാവശ്യമായിട്ട് തൃശ്ശൂർ ബ്രഹ്മസമാജത്തിലൊക്കെ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായി. അന്ന് എല്ലാവരും എതിർത്തു. അത് ചെയ്യാൻ പറ്റില്ല, ഒരു സംശയമൊന്നുമില്ല, വേണ്ട. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അതിന് സംഘാടക വേണ്ടിയിട്ടല്ല, ഇങ്ങനൊരവസ്ഥ ഇപ്പം തന്നെ ഉണ്ട്. ശാന്തിക്ക് ആളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് കയറ്റിക്കൊണ്ട് അത് എന്തായാലും മുമ്പേ ഈ മറ്റേ ഇതില്ലായില്ലോ, മറ്റേ മാപ്രഗ്രഹം ഉണ്ടായില്ലേ. മാപ്രഗ്രഹം ഉണ്ടായപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സാമൂഹ്യ പാലന അതിലേക്ക് കുറേ ആൾക്കാർ പോയി പറഞ്ഞു, ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ പഴയ ജാതിയിലേക്ക് തന്നെ വരണമെന്നുണ്ട്, ബ്രാഹ്മണർക്ക് മറ്റു വരണമെന്നുണ്ട്, അപ്പം എന്താ ചെയ്യുക എന്നാണ്. അപ്പം അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയതാണ് ആര്യ സമാജം, കോഴിക്കോട് ആര്യ സമാജം. അതിൽ പിന്നെ കുറച്ച് ആൾക്കാർ ബ്രാഹ്മണരുടെ അമ്പലത്തിൽ പോയിട്ട് എന്തോ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ഇതിനൊക്കെ ചെയ്താൽ നിങ്ങൾ തിരിച്ചു വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ കുറേ ആൾക്കാർ അന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ മുസ്ലിം ആയ പല ആൾക്കാരും കുറച്ച് ആ കാലത്ത് വന്ന് സാമൂഹ്യപാലന നിർദ്ദേശപ്രകാരം തിരിച്ചു വന്നത്. അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു കഷ്ടം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം വരാറായി, ഇപ്പോൾ തന്നെ ആരെ കിട്ടാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് കുറച്ച് ആൾക്കാരെങ്കിൽ ബ്രാഹ്മണരാക്കാൻ എന്തെങ്കിലും സംവിധാനം നമ്മളായിട്ട് ചെയ്ത് കൊടുത്താലോ എന്ന് ശാസ്ത്രമുണ്ടായി.
അപ്പോൾ ആരും സമ്മതിച്ചില്ല അന്ന്. അപ്പോൾ അത് വേണ്ട നമ്മൾ വിളിച്ചു. ഒരു 3-4 പ്രാവശ്യം കൂരി കേട്ടോ, മീറ്റിംഗ് കൂരി. അന്നത്തെ ക്യാമറയായ ആൾക്കാരൊക്കെ ഒന്നും സമ്മതിച്ചില്ല. എൻ്റെയൊക്കെ മുത്തശ്ശനൊക്കെ പറയാനുള്ള ആൾക്കാരാണ്, അതൊന്നും കുറിച്ചാക്കിയില്ല. പിന്നെ നമ്മൾ മനസ്സിലാച്ചു. അതിന് ശേഷമാണ് മാധവജിയുടെ ഇതൊക്കെ വന്നിട്ട് ബ്രാഹ്മണരാക്കാവുന്നൊക്കെ ഒരു ഇതൊക്കെ വന്നു. പാലിയം വിളംബരം എന്നൊക്കെ മാസം വന്നു. അങ്ങനെയാണ് അതിന് ശേഷമാണ് തുടങ്ങിയത്, ബ്രാഹ്മണരെ ശാന്തിക്കാരാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ശാന്തിക്കാർക്ക് സോസേജ് ഇല്ല ഇപ്പം. പക്ഷെ അത് വേണോ വേണ്ടോ ചോദിച്ചാൽ എനിക്ക് വേറെ പറയാൻ പറ്റില്ല. അത് ശാന്തിക്കാർക്ക് സോസേജ് ഇല്ല കാരണം. അപ്പം അത് അങ്ങനെ തുറന്നു പോയിന്ന് വരും ഇനി കാരണം കൊണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത്രയും ബ്രാഹ്മണരൊക്കെ ശാന്തിയാവും. ഈ പ്രധാന വിഷയം എന്താണ്, ഇപ്പോൾ വിവാഹം അതൊക്കെ നടക്കുന്നില്ല. എന്താ വെച്ചാൽ പെൺകുട്ടികൾ മുഴുവൻ എന്താണ് ജോലി ആൾക്കാർ വേണമെന്ന് വന്ന് നിൽക്കുക. അപ്പോൾ അത് ഒരു കാര്യം ഇല്ലയെന്ന് പറയുന്നത് ഒരു കുടുംബജീവിതം. പിന്നെ മുസ്തുശാന്തിക്ക് ആരും കിട്ടാനില്ല. അത് യാതൊരു ലീവ് കാണുന്നുണ്ടെങ്കിൽ ആയില്ല. പിന്നെ ഇതേമാതിരി രാവിലെ 3 മണി ന്യൂസ് പോകണം, ഏത് മഴയത്തും തണുപ്പത്തും ന്യൂസ് പോകണം. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അപ്പം എനിക്കെന്ന് തോന്നിയായിരുന്നു ആ പഠിക്കുന്ന കാലത്തൊക്കെ ഇതൊന്ന് ബാങ്കാശ് പോയാൽ മതിയാകും എന്നൊക്കെ അങ്ങനെ തോന്നി. പക്ഷെ വേറൊരു ഇതില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ പഠിച്ചു പോയതാണ്. അതെല്ലാം ഇല്ലയെന്ന് പറയാൻ മതിയായിരുന്നു ആ കാലത്തൊക്കെ. പിന്നെ അതങ്ങനെ കുറച്ച് കാലം ഇപ്പം ശരിയാകുക എന്ന് പറഞ്ഞത് അതങ്ങനെയായി. ഇത് ഈ അമ്പലത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് അത് ശാസ്ത്രത്തിലുള്ളതാണ്. പണ്ട് ഹിന്ദു അഹിന്ദു ഉണ്ടോ? അതായത് ഈ ബാക്കി ജാതികൾ വന്നപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇസ്ലാം മതം വന്നപ്പോഴാണ് ഇതൊക്കെ മാറിയത്. ഹിന്ദു അഹിന്ദു എന്നായത്. ഹിന്ദുക്കൾക്ക് മാത്രമേ അമ്പലത്തിൽ പ്രവേശനമുള്ളതെന്ന് പറഞ്ഞത്. മുസ്ലിംസ് മുഴുവൻ ഹിന്ദു നേരെ വിപരീതമാണല്ലോ, എക്സ്ട്രീം വിരുദ്ധമായിട്ടാണല്ലോ. അവരുടെ ഖുറാനിൽ പറയുന്നില്ലെങ്കിൽ അവർ പറയുന്നത് പേര് അങ്ങനെ വിരുദ്ധമായത്. അതുപോലെ ബൈബിൾ ഇസ്ലാം അല്ല മറ്റേ ക്രിസ്ത്യാനിറ്റി അതെ നമുക്ക് പക്ഷേ ഹിന്ദു ആയിട്ട് ഒത്തു ചോദിച്ചാറില്ല. ഹിന്ദു പണ്ട് ഹിന്ദു മതമേ ഉള്ളൂ, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഗ്രീക്ക് സംസ്കാരം എന്നൊക്കെ പറഞ്ഞില്ല, ഒക്കെ ഹിന്ദുവിൻ്റെ ഇതേ ഉള്ളൂ. ഇന്തോനേഷ്യയിൽ ഗണപതിയാണ് നോസിൽ എന്താണ് അല്ലേ? അതെ കറൻസിയിൽ. അപ്പോൾ അതാണ് മുഴുവൻ ഹിന്ദുക്കളായിരുന്നു.